അസ്സലാമു അലൈക്കും. ഈ ദുനിയാവിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം. എത്ര പണമുണ്ടായാലും പ്രശസ്തിയുണ്ടായാലും മനസ്സമാധാനമില്ലെങ്കിൽ, ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ ആ ജീവിതം വലിയ ഒരു പരാജയമാണ്. എന്നാൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം, സമാധാനം, വിജയം, ധൈര്യം, സമ്പത്തിൽ ബർക്കത്ത് ഇതെല്ലാം ഒരുമിച്ച് നേടാനുള്ള മാർഗമാണ് അള്ളാഹുവിനെ ഓർക്കുക, അഥവാ അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലി ദുആ ചെയ്യുക. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് മനസ്സുകൾ ശാന്തമാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വിജയവും കൊണ്ടുവരുന്ന ചില പ്രധാനപ്പെട്ട ദിക്റുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വിജയവും ഐശ്വര്യവും സമ്പത്തിൽ ബർക്കത്തും ഉയർച്ചയും എല്ലാം കൊണ്ടുവരാനായി ഈ ചെറിയ ദിക്ർ എല്ലാ ദിവസവും ചൊല്ലുക. ദിക്ർ: അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഇപ്പോൾ പറഞ്ഞത് രണ്ട് ദിക്റുകളാണ്. ഒന്ന്, മനസ്സമാധാനത്തിന് ഇസ്തിഗ്ഫാർ, പാപമോചനത്തിനായി ചൊല്ലുന്ന ദിക്ർ. നമ്മുടെ ജീവിതത്തിലെ സമാധാനക്കേടുകൾക്ക് പ്രധാന കാരണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളും പാപങ്ങളുമാണ്. ആ പാപങ്ങൾ മാഞ്ഞു പോകാൻ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. മഹാനായ അള്ളാഹുവിനോട് ഞാൻ പാപമോചനം തേടുകയും അവനിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ആരെങ്കിലും ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ അള്ളാഹു അവനെ എല്ലാ വിഷമങ്ങളിൽ നിന്നും ആശ്വാസം നൽകും. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവന് വഴി തുറന്നു കൊടുക്കും. അവൻ വിചാരിക്കാത്ത ഭാഗത്ത് നിന്ന് അള്ളാഹു അവന് ബർക്കത്ത് നൽകും. അതുകൊണ്ട് മനസ്സമാധാനം ആഗ്രഹിക്കുന്നവർ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. 2, പ്രതിസന്ധികളിലെ വിജയം ഉണ്ടാവാൻ വേണ്ടി ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്ർ ചൊല്ലുക. ജീവിതത്തിൽ പല വിധത്തിലുള്ള ഭയങ്ങളും പ്രയാസങ്ങളും കടബാധ്യതകളും നമുക്കുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ മനസ്സിന് ധൈര്യവും വിജയവും നൽകുന്ന ദിക്റാണിത്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭാരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനായവൻ അവൻ തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കൂണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ അവിടുന്ന് അല്ലാഹുവിൽ പൂർണ്ണമായി ഭാരമേൽപ്പിച്ചുകൊണ്ട് ചൊല്ലിയ ദിക്റാണിത്. ആ തീനാളങ്ങൾ ഇബ്രാഹിം നബിക്ക് തണുപ്പും സമാധാനവുമായി മാറി. നമ്മുടെ ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികളെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ദിക്റിന് സാധിക്കും. അശുദ്ധിയുള്ള സമയത്ത് സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റുന്ന ദിക്റാണിത്. അതുകൊണ്ട് ഈ ദിക്ർ എല്ലാ ദിവസവും പതിവാക്കുക. 3, വിഷമങ്ങളിൽ നിന്നുള്ള മോചനം ലഭിക്കാനുള്ള ദിക്ർ. നമുക്ക് ചുറ്റും വഴികൾ അടഞ്ഞു എന്ന് തോന്നുമ്പോൾ, രോഗങ്ങൾ കൊണ്ടോ കടങ്ങൾ കൊണ്ടോ നാം വലയുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണിത്. യൂനുസ് നബി അലൈഹിസ്സലാം തിമിംഗലത്തിന്റെ വയറ്റിലെ ഇരുട്ടിൽ അകപ്പെട്ടപ്പോൾ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ച ദിക്റാണിത്. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ യാതൊരു ഇലാഹുമില്ല, നീ എത്ര പരിശുദ്ധൻ, തീർച്ചയായും ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു. ഈ ദിക്ർ ചൊല്ലി പ്രാർത്ഥിച്ചാൽ അല്ലാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നും വിശ്വാസികളെ അല്ലാഹു വിഷമങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്നും ഖുർആനിൽ പറയുന്നു. ജീവിത വിജയത്തിന് വേണ്ടിയുള്ള ദിക്ർ. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ തൗഫീക്ക് വേണം. അതിനായി നാം ഹൃദയത്തിൽ തൊട്ട് ചൊല്ലേണ്ട ഒരു ദിക്റാണിത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു തന്ത്രവും ശക്തിയുമില്ല. നമ്മുടെ ബലഹീനതകൾ അല്ലാഹുവിന് മുന്നിൽ സമ്മതിച്ചു കൊടുക്കുമ്പോൾ അല്ലാഹു നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കി തരും. അത് നമ്മുടെ ജീവിതത്തിൽ വൻ വിജയം കൊണ്ടുവരും. 5, നമുക്ക് ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ വേണ്ടി മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷവും കുളിർമയും നൽകുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകളാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹു 10 അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിയും. നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും ദുഃഖങ്ങൾ നീങ്ങാനും
സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത് വഴി സാധിക്കും. നമ്മുടെ നാവുകൾ എപ്പോഴും അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് നിറഞ്ഞിരിക്കണം. രാവിലെയും വൈകുന്നേരവും യാത്രകളിലും ജോലി സ്ഥലത്തും ഒക്കെ ഈ ദിക്റുകൾ നമ്മൾ പതിവാക്കുക. അങ്ങനെയെങ്കിൽ മാനസികമായ സമ്മർദ്ദങ്ങൾ നമ്മെ ബാധിക്കില്ല. നമ്മുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകും, സമ്പത്തിൽ ബർക്കത്തുണ്ടാവും, പരലോകത്ത് വലിയ വിജയവും ലഭിക്കും. അല്ലാഹു തആല നമ്മുടെ ഹൃദയങ്ങൾക്ക് ശാന്തിയും ജീവിതത്തിൽ സന്തോഷവും വിജയവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിനെ എപ്പോഴും ഓർക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ കൂടുതൽ ഇസ്ലാമിക അറിവുകൾക്കായി ഇസ്ലാമിക് തോട്ട്സ് ആൻഡ് സൊല്യൂഷൻസ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.